Welcome back to Tale Travel. Hope you all are well. Conjuring the Devil Made Me Do It എന്ന ഹൊറർ മൂവിയാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. അപ്പോൾ എത്രയും വേഗം മൂവിയിലേക്ക് പോവാം. നമ്മളിൽ ഭയം നിറയ്ക്കുന്ന ചിത്രങ്ങളിൽ എന്നും മുൻനിരയിൽ നിൽക്കുന്ന ഒന്നാണ് ദ കോഞ്ചറിങ്. ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച മൂവിയാണിതെന്ന് പറയപ്പെടുന്നു. പൈശാചിക ശക്തികളുടെ അധീനതയിൽ വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബത്തെ രക്ഷിക്കാനെത്തുന്ന ദമ്പതിമാരുടെയും പിന്നീടുണ്ടാകുന്ന ഭയാനകമായ അനുഭവങ്ങളുടെയും കഥയാണ് ദ കോഞ്ചറിങ് ഡെവിൽ മെയ്ഡ് മീ ഡു ഇറ്റ്. സിനിമയുടെ തുടക്കത്തിൽ കാണുന്നത് 1981 ജൂലൈ 16 നടക്കുന്ന ഒരു സംഭവമാണ്. ഡേവിഡ് ഗ്ലെയ്റ്റ്സൽ എന്ന 8 വയസ്സുള്ള കുട്ടിയുടെ ശരീരത്തിൽ പ്രവേശിച്ച ആത്മാവിനെ ഇല്ലാതാക്കുവാനായി എഡ് ബാരൻ, ലോറൈൻ ബാരൻ എന്ന ദമ്പതികളെ വിളിപ്പിച്ചിരിക്കുകയാണ്. അവിടെ ആത്മാവിനെ ഒഴിപ്പിക്കാനുള്ള കർമ്മങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നീട് കുറച്ചു സമയം അത് നിർത്തിവെക്കുമ്പോൾ ആർണി എന്നൊരു പയ്യൻ വന്ന് ഡേവിഡിനെ റൂമിലേക്ക് എടുത്തുകൊണ്ട് പോകും. അവനെ ബെഡിൽ കിടത്തിയ ശേഷം ആർണി ഡേവിഡിന് ആത്മവിശ്വാസം നൽകുന്നു. ഇത്ര വലുതായ എന്നേക്കാൾ ധീരനാണ് നീ, ഞാനുള്ളവരെ നിനക്ക് അരുതാത്തതായി ഒന്നും സംഭവിക്കില്ല, ആർണി പറയുന്നു. ഈ സമയം ആ വീടിന് വെടിയിൽ ഒരു ഫാദർ വന്നു നിൽക്കുന്നു. പിന്നീട് ഡേവിഡിനെ കിടത്തിയ റൂമാണ് കാണുന്നത്. അവനിപ്പോൾ അവിടെ ഒറ്റയ്ക്കാണ്. അന്നേരം അവന് ഭയപ്പെടുത്തുന്ന ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടാവുന്നു. അവൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവിടെ നിറയെ ബ്ലഡായി മാറിക്കഴിഞ്ഞിരിക്കും. ഇതിനോടകം ആത്മാവ് അവനിൽ പ്രവേശിച്ചു കഴിഞ്ഞു. അല്പസമയത്തിനകം ഫാദറും എഡും ലോറൈനും എല്ലാം ഡേവിഡിന്റെ റൂമിലേക്ക് വരുന്നു. ഈ സമയം ഡേവിഡ് പാഞ്ഞു വന്ന് എഡിന്റെ കാലിൽ ഒരു കത്തി കുത്തിയിറക്കുന്നു. ആ സമയം എഡ് വേദന സഹിച്ച് ഡേവിഡിനെ എടുത്ത് മന്ത്രവാദങ്ങൾ നടത്തുന്ന ഭാഗത്തേക്ക് കൊണ്ടുവരുന്നു. കർമ്മങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് അത് തടസ്സപ്പെടുത്തുവാനായി ഡേവിഡ് ഓരോന്ന് എടുത്ത് എറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആർക്കും അവനെ തടഞ്ഞു നിർത്താനാവുന്നില്ല. വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് വെക്കുന്നുമുണ്ട്. ഈ സമയം ഡേവിഡ് എഡിന്റെ മേലേക്ക് ചാടി വീണ് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നു. പെട്ടെന്ന് എഡിന് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു. അപ്പോൾ ആർണി ഡേവിഡിനെ എടുത്ത് പ്രേതാത്മാവിനോട് ഇവനെ വെറുതെ വിട്ടേക്ക്, പകരം നീ എന്റെ ജീവൻ എടുത്തോ എന്ന് പറയുന്നു. അങ്ങനെ ആ ആത്മാവ് ആർണിയിലേക്ക് പ്രവേശിക്കുന്നു. പിന്നീട് ഒരു ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്. എഡിന് ഹാർട്ട് അറ്റാക്ക് വന്നതിനാൽ സീരിയസ് ആണെന്നും കുറച്ചു നാളത്തെ റെസ്റ്റ് വേണമെന്നും ഡോക്ടേഴ്സ് പറയുന്നു. പിന്നീട് ആർണിയെ കാണിക്കുന്നു. അവൻ ഉറക്കത്തിലാണ്. ഡേവിഡിനെ വിട്ട് നീ എന്നിലേക്ക് പ്രവേശിച്ചോളൂ എന്ന് ആ ആത്മാവിനോട് താൻ പറഞ്ഞത് അവൻ സ്വപ്നത്തിൽ കാണുന്നു. ഞെട്ടി എഴുന്നേറ്റ് നോക്കുമ്പോൾ അവൻ ബെഡിലാണ്. അന്നേരം ഡേവിഡിന്റെ സഹോദരിയായ ഡെബി ആർണിയുടെ അടുത്തേക്ക് വരുന്നു. അവർ പ്രണയത്തിലാണ്. ഡെബി ആർണിയോട് ഭക്ഷണം പാകം ചെയ്യാനുള്ളവ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞതിനാൽ അവൻ ഫ്രിഡ്ജിൽ നിന്ന് അത് എടുക്കുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന ഒരു ബോക്സ് താഴെ വീണ് അതിൽ നിന്നൊരു എലി വരുന്നു. അത് അപ്പുറത്തെ റൂമിന്റെ സൈഡിലുള്ള ഒരു ഹോളിലേക്ക് കടക്കുന്നു. ആർണി ആ ഹോളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കെ അവിടെ ഒന്നും കാണുന്നില്ല. അവൻ എഴുന്നേറ്റ് പുറകിലേക്ക് തിരിയുന്ന സമയം പെട്ടെന്നൊരു സ്ത്രീ വന്ന് അവനെ ഭയപ്പെടുത്തുന്നു. പെട്ടെന്ന് തന്നെ അവൾ അപ്രത്യക്ഷയാവുകയും ചെയ്യുന്നു. പിന്നീട് എഡുള്ള ഹോസ്പിറ്റൽ കാണിക്കുന്നു. ഫാദർ എഡിനെ കാണാൻ വന്നിട്ടുണ്ട്. അദ്ദേഹം ലൊറൈനോട് വീട്ടിലേക്ക് തിരിച്ചു പോയിക്കോളൂ, ഞാനിവിടെ ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ ലൊറൈൻ എനിക്കതിന് സാധിക്കില്ല, എന്റെ ജീവനും ജീവിതവും എല്ലാം എഡാണെന്ന് പറയുന്നു. ഒപ്പം അവർ ആദ്യമായി കണ്ടുമുട്ടിയത് മുതൽ അവരുടെ പ്രണയവും എല്ലാം പറയുന്നു. പിന്നീട് ആർണിയെ കാണുന്നു. അവൻ വീടിനടുത്തുള്ള ഒരു മരം മുറിക്കാൻ ശ്രമിക്കുകയാണ്. ഈ സമയം വീടിന്റെ ജനാലയിലൂടെ ഒരു രൂപം അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ അവനെ ആ മുറിയിൽ നിന്ന് ഉപദ്രവിച്ച അതേ സ്ത്രീ രൂപമാണത്. എന്നാൽ അവൻ തിരിഞ്ഞു നോക്കിയപ്പോഴേക്ക് വീണ്ടും അത് മാഞ്ഞുപോയിരിക്കുന്നു. ഇപ്പോൾ എഡ് പഴയ സ്ഥിതിയിലേക്ക് വന്നു തുടങ്ങിയിരുന്നു. ആ ആത്മാവ് ആർണിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അവനെ രക്ഷിക്കണമെന്ന് എഡ് ലൊറൈനോട് പറയുന്നു. അപ്പോൾ അവൾ ആർണിയെ ഫോൺ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. ശേഷം അവൾ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് ആർണി അപകടം സംഭവിക്കാൻ പോകുന്നുണ്ടെന്നും സഹായിക്കണമെന്നും പറയുന്നു. പിന്നീട് ആർണിയെ കാണുന്നു. അവൻ വിചിത്രമായ പൈശാചികമായ സംഭവങ്ങൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഡെബി ബ്രൂണോ എന്നൊരാളുടെ കൂടെ അവിടെ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവനൊരു പൈശാചിക രൂപമായി ആർണിക്ക് തോന്നുന്നു. ആർണി ഡെബിയെ വലിച്ച് ഓടാൻ ശ്രമിക്കുകയാണ്. എന്നാൽ അവൻ അവിടെ വീണുപോകുന്നു. പെട്ടെന്ന് ഒരു വികൃത രൂപം അവന്റെ അടുത്തേക്ക് വരുന്നു. ആർണി കയ്യിൽ കിട്ടിയ കത്തിയെടുത്ത് അതിനെ കുത്തുന്നു. പിന്നീട് ആർണി ആത്മാവ് ശരീരത്തിൽ പ്രവേശിച്ച നിലയിൽ റോഡിലൂടെ നടന്നു പോകുന്നത് കാണും. അപ്പോൾ ഒരു പോലീസ് ജീപ്പ് അതിലൂടെ കടന്നു പോവുകയും ശരീരമാകെ രക്തമായ നിലയിൽ ആർണിയെ കാണുകയും ചെയ്യുന്നു. അപ്പോഴേക്കും ആത്മാവ് അവനിൽ നിന്നും താൽക്കാലികമായി മാറിയിട്ടുണ്ട്. പോലീസ് ആർണിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ നിന്ന് കുത്തേറ്റ് മരിച്ചു കിടക്കുന്ന ബ്രൂണോയെ കാണുകയും ചെയ്യുന്നു. ഒത്തിരി കുത്തേറ്റിട്ടുണ്ട് ബ്രൂണോയ്ക്ക്. പിന്നീട് ആർണിയെ കാണാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എഡും ലൊറൈനും പോകുന്നു. ആഡ് ആർണിക്ക് ബൈബിൾ കൊടുത്ത് അത് വായിക്കാൻ പറയുന്നു. ആർണി അത് വായിക്കുന്നു. അപ്പോൾ അവനിപ്പോൾ പൊസസ്ഡ് അല്ലെന്ന് അവർക്ക് മനസ്സിലാവുന്നു. പിന്നീട് ആർണിയെ കോർട്ടിൽ ഹാജരാക്കുന്നു. ആർണിയുടെ വിവരങ്ങൾ അഡ്വക്കേറ്റ് കോടതിയിൽ പറയുന്നു. അവന് ഇങ്ങനൊരു പ്രേതബാധ കാരണമാണ് എല്ലാം സംഭവിച്ചതെന്ന് അവർ പറയുന്നു. എഡും ലൊറൈനും ചേർന്ന് അഡ്വക്കേറ്റിനോടാണ് എല്ലാം പറഞ്ഞത്.
പിന്നീട് അഡ്വക്കേറ്റ് വന്ന് ഇതെല്ലാം തെളിയിക്കാൻ മാത്രമുള്ള തെളിവുകൾ കോടതിയിൽ നൽകണമെന്ന് എഡിനോട് പറയുന്നു. അല്ലെങ്കിൽ അവന് കോടതി വധശിക്ഷ വിധിച്ചേക്കാമെന്നും പറയുന്നു. അപ്പോൾ എഡും ലൊറൈനും ഡേവിഡിന്റെ വീട്ടിൽ വെച്ച് അവർ ഷൂട്ട് ചെയ്ത് വെച്ച് റെക്കോർഡ്സ് വന്ന് പരിശോധിക്കുന്നു. അതിൽ ഡേവിഡിന്റെ ഫാമിലി ആ പുതിയ വീട്ടിലേക്ക് മാറിയപ്പോഴുള്ള ഓരോന്നുമുണ്ട്. അന്ന് ഡേവിഡ് ആ റൂം ചുറ്റിക്കാണുകയായിരുന്നു. അങ്ങനെ അവന് റൂമിലെത്തുന്നു. അവിടെ ഒരു ബെഡുണ്ട്. അതൊരു വാട്ടർ ബെഡാണ്. നല്ല ഭംഗിയുമുണ്ട്. ഡേവിഡ് അതിൽ കയറി കിടന്ന് കളിക്കുന്നു. പെട്ടെന്ന് അതിൽ നിന്നൊരു കൈ പുറത്തു വന്ന് ഡേവിഡിനെ ഉള്ളിലേക്ക് വലിക്കുന്നു. ആ വീഡിയോസ് പരിശോധിച്ച എഡും ലൊറൈനും ആ ബെഡ് കിടന്ന റൂമിൽ പോകുമ്പോൾ അവിടെ അതില്ലായിരുന്നു. അത് നന്നാക്കാൻ കൊടുത്തിരിക്കുകയായിരുന്നു. എന്നാൽ ആ ബെഡ് കിടന്നിരുന്ന സ്ഥാനത്ത് ഒരു വിചിത്രമായ ചിത്രമുണ്ട്. പിന്നീട് അവർ വീടിന് പുറകിലുള്ള ഒരു റൂമിലേക്ക് പോകുന്നു. അവിടെ നിന്നും അവർക്ക് അവിടെ വരഞ്ഞു കണ്ട അതേ ഷേപ്പിലുള്ള ഒരു വസ്തു ലഭിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വസ്തു കാരണമാണ് ഡേവിഡിന് പ്രേതബാധയേറ്റത്. ഇത് കണ്ടതിനാൽ ഫാദർ ഗോഡ്നർ അവരെ ഫാദർ കാസ്നറുടെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. ഫാദർ കാസ്നർ അവരോട് ഓരോ കാര്യങ്ങളും വിശദമായി പറയുന്നു. ഈ ലോകത്തെ തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സാത്താന്റെ കാരണത്താലാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന് ഫാദർ പറയുന്നു. പിന്നീട് ഫാദർ കാസ്നർ അവിടെ വീടിനടിയിലുള്ള ഒരു ബേസ്മെന്റിൽ കൊണ്ടുപോയി ഒരുപാട് ബുക്സ് എല്ലാം കാണിക്കുന്നു. പിന്നീട് ആർണിയെ കാണുന്നു. അവൻ ജയിൽമുറി വൃത്തിയാക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു രൂപം വരികയും നിന്നെക്കുറിച്ച് എല്ലാം എനിക്ക് അറിയാമെന്ന് പറയുകയും ചെയ്യുന്നു. അതിനോടകം തന്നെ ഒരു ഭയാനക രൂപം പിറകിൽ വന്ന് അവനെ ഉപദ്രവിക്കുന്നു. ആ വീട്ടിൽ നിന്നും കണ്ടെടുത്ത ആ വസ്തുവിനാലാണ് ഇതെല്ലാം നടക്കുന്നത്. അതുകൊണ്ട് ആരോ കടുത്ത മന്ത്രവാദങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ എഡിനെ അവന്റെ ഫ്രണ്ട് വിളിക്കുകയും നിങ്ങൾ കണ്ടെടുത്ത ആ അപൂർവ വസ്തുവിനെ കുറിച്ച് അറിയാവുന്ന ഒരു ഡിറ്റക്റ്റീവ് ഉണ്ടെന്നും അദ്ദേഹത്തിന് നിങ്ങളെ കാണണമെന്നും പറയുന്നു. അങ്ങനെ എഡും ലൊറൈനും അദ്ദേഹത്തെ കാണുവാനായി പോകുന്നു. അദ്ദേഹം അവരുമായി സംസാരിച്ചിരിക്കുന്നു. 4 മാസത്തിനിടെ കേറ്റി എന്നും ജെസിക്ക എന്നും പേരുള്ള 2 പെൺകുട്ടികളെ കാണാതായിരുന്നു. അതിൽ കേറ്റിയുടെ മൃതദേഹം കിട്ടിയിരുന്നു. ആരോ ഒരുപാട് തവണ കുത്തിക്കൊന്നതാണ് അവളെ. എന്നാൽ ജെസിക്കയുടെ ഒരു വിവരവുമില്ല. കൂടെ അദ്ദേഹം ആ വസ്തുവിന്റെ ഫോട്ടോസും അവർക്ക് കാണിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്നെ സഹായിക്കാനാവൂ എന്ന് പറയുന്നു. ലൊറൈന് സംഭവിച്ചതും സംഭവിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനാവുന്ന എന്തോ ഒരു ശക്തിയുണ്ട്. ആ ഡിറ്റക്ടർ അത് തെളിയിക്കാനായി അവൾക്ക് മുന്നിൽ 3 കത്തികൾ വെക്കുന്നു. അതിൽ നിന്ന് കേറ്റിയെ ആക്രമിച്ച കത്തി തിരഞ്ഞെടുക്കാൻ പറയുമ്പോൾ അവൾ കൃത്യമായി അത് തിരഞ്ഞെടുക്കുന്നു. അങ്ങനെ ഡിറ്റക്റ്റീവ് അവരുമായി കേറ്റിക്ക് അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നു. അവിടെ എത്തുമ്പോൾ അത്ഭുതമെന്നോണം അന്ന് അവിടെ നടന്നതെല്ലാം കാണാൻ ലൊറൈന് കഴിയുന്നു. അവൾ ജെസിക്കയും കേറ്റിയും അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നു. ഇതിനിടെ കേറ്റി ജെസിക്കയ്ക്ക് ഒരു ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുക്കുകയും അതോടെ അവൾ പ്രേതാത്മാവായി മാറി കേറ്റിയെ ഒത്തിരി തവണ കുത്തി കൊലപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിനോടകം ലൊറൈൻ താൻ സ്വയം ജെസിക്കയാണെന്ന ധാരണയിൽ അന്ന് അവിടെ അവൾ ചെയ്തതുപോലെ എല്ലാം ചെയ്യുന്നു. കേറ്റിയെ കൊലപ്പെടുത്തിയ ശേഷം ജെസിക്ക അടുത്തുള്ള വെള്ളക്കെട്ടിലേക്ക് ചാടുകയാണ് ഉണ്ടായത്. അവിടേക്ക് ഓടിയ ലൊറൈനെ പിറകെ ഓടിപ്പോയി എഡ് രക്ഷിക്കുന്നു. പിന്നീട് ജെസിക്കയുടെ മൃതദേഹം ആ വെള്ളക്കെട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നു. പിന്നീട് രാത്രി എഡിന് ഡെബിയുടെ കോൾ വരുന്നു. ആർണിയുടെ ശരീരത്തിൽ കയറിയ ആത്മാവ് അവനെ ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞും പേടിച്ചുമാണ് അവൾ വിളിക്കുന്നത്. അപ്പോൾ എഡ് അവളെ സമാധാനിപ്പിക്കുന്നു. ഞാൻ എത്രയും പെട്ടെന്ന് ഫാദർ ചാപ്ലിനെ വിവരം അറിയിക്കാം. നീ ഫാദർ ന്യൂമാനെ വിളിച്ച് ആർണിയെ നിരീക്ഷിക്കാൻ എന്ന് പറയുന്നു. അങ്ങനെ ആർണിയെ ഒരു റൂമിൽ അടച്ചിരുന്നു. പിന്നീട് ഫാദർ ന്യൂമാൻ വന്ന് ആർണിക്ക് ഹോളി വാട്ടർ നൽകുകയും അവൻ ചുറ്റിനും ഒരു വൃത്തം വരച്ച് അതിനുള്ളിൽ ഇരിക്കുകയും ചെയ്യുന്നു. പിന്നീട് എഡിനെയും ലൊറൈനെയും കാണുന്നു. ഓരോ സംഭവങ്ങളെ കുറിച്ചും ഞാൻ കാണുമ്പോൾ ആ വ്യക്തിയായി മാറിക്കൊണ്ടാണ് ഞാൻ എല്ലാം അറിയുന്നത്. അതിനാൽ ജെസിക്കയുടെ മൃതദേഹത്തിനരികിൽ നമുക്കൊന്ന് പോവാം, അത് ഉപകാരപ്പെട്ടേക്കുമെന്ന് ലൊറൈൻ പറയുകയും അങ്ങനെ അവർ ആ മോർച്ചറിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ജെസിക്കയുടെ മൃതദേഹത്തിൽ ലൊറൈൻ സ്പർശിക്കുമ്പോൾ എവിടെയോ ഇരുന്ന് ഒരു ദുർമന്ത്രവാദി എല്ലാം ചെയ്യുന്നതായി ലൊറൈൻ കാണുന്നു. അവരിപ്പോൾ ആർണിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. ആ സമയം ആർണി തന്റെ കയ്യിലുള്ള ആ വാട്ടറിന്റെ കുപ്പി കയ്യിൽ അമർത്തി പൊട്ടിച്ച് തന്റെ കൈ മുറിവാക്കുന്നു. അപ്പോഴേക്കും ലൊറൈൻ ആ സ്ത്രീയെ തടയുന്നു. എന്തെന്നാൽ ലൊറൈൻ ഇപ്പോൾ ആ സ്ത്രീയെ കാണാനും സംസാരിക്കാനും ആവുന്നുണ്ട്. പെട്ടെന്ന് മോർച്ചറിയിലെ ലൈറ്റുകൾ അണഞ്ഞ് ഒരു മൃതദേഹം എഴുന്നേറ്റ് അവർക്ക് നേരെ വരുന്നു. അപ്പോഴേക്കും എഡ് ലൊറൈന്റെ കൈ ജെസിക്കയുടെ കയ്യിൽ നിന്ന് വേർപെടുത്തുന്നു. പിന്നീട് എഡിന്റെ ഫ്രണ്ടായിട്ടുള്ള ഡ്രൂ അവർക്ക് ഒരു ബുക്ക് കാണിച്ചു കൊടുക്കുന്നു. അങ്ങനെ എഡ് നീ കണ്ട ആ മന്ത്രവാദിനിയെ കണ്ട സ്ഥലം ഓർത്തു പറയാനായി ലൊറൈനോട് ആവശ്യപ്പെടുന്നു. അവൾ അത് പറഞ്ഞുകൊണ്ടിരിക്കെ എഡ് ബോധമറ്റു വീഴുന്നു. ശേഷം എഡ് കണ്ണു തുറക്കുമ്പോൾ അവന് ആ മന്ത്രവാദിനിയെ കാണാനാവുന്നുണ്ട്. അവൾ എഡിനോട് സംസാരിക്കുന്നുമുണ്ട്. അതിനിടെ അവിടെ നിന്ന് ആ മോർച്ചറിയിൽ വെച്ച് എഴുന്നേറ്റ് വന്ന അതേ മൃതദേഹം തന്നെ എഡിന് നേരെ വരുന്നു. അവൻ അതിനെ കുത്തി ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആരോ വന്ന് കൈ തടയുന്നു. അത് എഡിന്റെ ഫ്രണ്ട് ഡ്രൂ ആണ്. എഡ് കുത്താൻ ശ്രമിക്കുന്നത് ലൊറൈനെയാണ്. എഡ് എല്ലാം അവളോട് പറയുന്നു. അപ്പോൾ അവൾ ടേബിളിൽ ഇരിക്കുന്ന ഒരു ഫ്ലവർ വേസ് പൂക്കൾ കറുത്തു പോയതായി കാണുന്നു. അവൾ അത് എടുത്തു നോക്കുന്നതിനിടെ ഫ്ലവർ വേസ് കയ്യിൽ നിന്ന് വീണുടയുന്നു.
അതിനകത്ത് അവർ കാണുന്നത് ആ വിചിത്രമായ വസ്തുവാണ്. അത് അർത്ഥമാക്കുന്നത് ഇനി അത് ലക്ഷ്യമാക്കിയിരിക്കുന്നത് എഡിനെയാണ്. പിറ്റേന്ന് ലൊറൈൻ ഡ്രൂ കൊടുത്ത ബുക്കുമായി ഫാദർ കാസ്നറിന്റെ അടുത്തേക്ക് പോകുന്നു. അതിലുള്ളത് ഫാദർ അവളോട് പറയുന്നു, ഇതൊരു കേഴ്സ് ആണ്. ഇതിനായി ഒരു കുട്ടിയെയും യഥാർത്ഥമായി പ്രണയിക്കുന്ന ഒരാളെയും ഒരു യഥാർത്ഥ ദൈവവിശ്വാസിയെയും എന്നിങ്ങനെ 3 ബലികൾ നൽകണം. അതായത് ഡേവിഡും ആർണിയും മൂന്നാമതായി എഡും. പിന്നീട് ഫാദർ കാസ്നർ ലൊറൈനെ വീട്ടിലെ ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകുന്നു. തനിക്കൊരു മകളുണ്ട്, ഐല. അവളുടെ ജനനത്തോടെ അവളുടെ അമ്മ മരിച്ചു. പിന്നീട് ആരും അറിയാതെ ഞാൻ അവളെ വളർത്തി. ഇന്ന് നടക്കുന്ന എല്ലാത്തിനും കാരണം ദുർമന്ത്രവാദിനിയായ അവളാണ്. ആ ബേസ്മെന്റ് ആയിരുന്നു അവളുടെ താവളം. അവളെ ഇല്ലാതാക്കുക എന്നതാണ് ഏക പോംവഴി. കൂടെ അവളുള്ള താവളവും. ഇത് കണ്ടും കേട്ടും എയ്ല അവിടെ എത്തുന്നു. അവൾ നിഷ്കരണം തന്റെ സ്വന്തം അച്ഛനെ കൊലപ്പെടുത്തുന്നു. ഈ സമയം ലൊറൈൻ അവിടെ ആകെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴേക്കും എയ്ല പിറകെ വന്ന് അവളെ കുത്താൻ ശ്രമിക്കുന്നു. പക്ഷേ ലൊറൈൻ രക്ഷപ്പെടുന്നു. അപ്പോഴേക്കും എഡും ആ ബേസ്മെന്റിൽ എത്തുന്നു. അപ്പോൾ എയ്ല എഡിന്റെ മുഖത്തേക്ക് ഒരു പൊടി വിതറുന്നു. പിന്നീട് മന്ത്രവാദം തുടരാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വീണ്ടും എഡിനും ആർണിക്കും പൈശാചിക ബാധയേൽക്കുന്നു. ആർണി സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നു. എഡ് ലൊറൈനെ കൊല്ലാൻ ശ്രമിക്കുന്നു. ഈ സമയം ടെബിയും ലൊറൈനും അവരെ ഇരുവരെയും തങ്ങളുടെ തീവ്രമായ പ്രണയത്തിന്റെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ എഡ് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വന്ന് ആ ബേസ്മെന്റ് നശിപ്പിക്കുന്നു. അങ്ങനെ ആർണിയും സ്വതന്ത്രനാവുന്നു. അപ്പോൾ എയ്ല എഡിന് അടുത്തേക്ക് അലറിക്കൊണ്ടുവരികയാണ്. അപ്പോഴേക്കും അവളുടെ കൈകളും കാലുകളും ഒടിഞ്ഞു തൂങ്ങുന്നു. അപ്പോൾ അവിടെ ഒരു ആത്മാവ് വന്ന് എയ്ലയെ കൊല്ലുന്നു. എന്തെന്നാൽ എയ്ലയ്ക്ക് ഒരുപാട് അമാനുഷിക ശക്തികൾ നൽകിയതിന് പ്രതിഫലമായി അത് ആവശ്യപ്പെട്ടതായിരുന്നു ആ 3 ബലികൾ. എന്നാൽ അത് ചെയ്യാൻ എയ്ലയ്ക്ക് കഴിഞ്ഞില്ല. അതിനാൽ എയ്ലയെ ഇല്ലാതാക്കി അവളുടെ ആത്മാവുമായി അത് മടങ്ങുന്നു. പിന്നീട് 5 വർഷത്തെ ശിക്ഷയ്ക്ക് ശേഷം ആർണി കുറ്റവിമുക്തനായി ഇറങ്ങുന്നത് കാണുന്നു. ഡെബ്ബിയുമായുള്ള അവന്റെ വിവാഹവും നടന്നു കഴിഞ്ഞു. പിന്നീട് അവർ സ്വസ്ഥമായ ജീവിതം ആരംഭിക്കുന്നു. മൂവി ഇവിടെ അവസാനിക്കുന്നു. കോൺജറിംഗ് സീരീസിലെ 3ാമത്തെ ഭാഗമാണ് കോൺജറിംഗ് ദ ഡെവിൾ മെയ്ഡ് മീ ഡു ഇറ്റ്. അമേരിക്കയിലുണ്ടായ ഒരു സംഭവ കഥയാണിതെന്ന് പറയപ്പെടുന്നു. 1970കളിൽ അമേരിക്കയിലെ റോഡ് ഐലൻഡിൽ സ്ഥിതി ചെയ്തിരുന്ന ഹാരിസ് വില്ല എന്ന ബംഗ്ലാവ് പെറോൺ ഫാമിലി എന്നറിയപ്പെട്ടിരുന്ന ഒരു കുടുംബം സ്വന്തമാക്കുന്നു. വലിയൊരു ബംഗ്ലാവ് സ്വന്തമാക്കിയ സന്തോഷത്തിൽ അവിടെ ജീവിച്ചു തുടങ്ങിയ അവർക്ക് അമാനുഷിക ശക്തികളുടെ ഭീതിജനകമായ അനുഭവങ്ങൾ പതിവായി തുടങ്ങിയത്രേ. ഇതിനെ അടിസ്ഥാനമാക്കിയാണ് സിനിമയുള്ളത്. മൂവി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു വീഡിയോയുമായി ഇനിയും കണ്ടുമുട്ടാം.